എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആഗ്രഹമാണ് സാമ്പത്തികമായിട്ട് ഏറെ പുരോഗതി കൈവരിക്കണമെന്ന്. ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ പരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് സമ്പത്ത് വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഓരോ തർക്കവും വേണ്ട. നമുക്കിന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് നക്ഷത്ര ജാതകരും അവർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളും ഒന്ന് പറഞ്ഞു തരാം. ഇത് വേണ്ട വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പ്രവചിക്കുന്ന നക്ഷത്രഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ചും അവരുടെ പരിഹാരങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ കഴിയുമെങ്കിൽ അയ്യപ്പന് നീരാജനം, നെയ്ത്തേങ്ങ സമർപ്പണം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക്, കുലദേവതാ പ്രീതിക്ക് വിളക്ക്, കടുംപായസം എന്നിവയിലേതെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഇനി പറയുന്ന ഫലങ്ങൾ ലഭിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. ഇവർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ഒരു വിജയത്തിൻ്റെ നെറുകയിൽ എത്താൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ ഉത്തരവാദിത്തമുള്ള പുതിയ ചുമതലകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കും. കുടുംബ സ്വത്ത് വഴി ധനാഗമം ഉണ്ടാകും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. നീരസത്തിന് പാത്രമായി അധികാര കേന്ദ്രത്തിൽ ഒറ്റപ്പെടാതെ ഒന്ന് നോക്കണം. എല്ലാ ചുമതലകളും കാലതാമസം കൂടാതെ നിറവേറ്റാൻ സാധിക്കുന്നത് പേരും പ്രശസ്തിയും വർദ്ധിക്കും. പുതിയ വ്യാപാര സംഭവം ഇവർക്ക് ഒരുപാട് വിജയത്തിലേക്ക് കൊണ്ട് എത്തിക്കും. ജീവിത പങ്കാളി ദൂരദേശത്തു നിന്ന് എത്തുന്നത് ഏറെ സന്തോഷം നൽകുകയും ചെയ്യും. ഈ ദോഷപരിഹാരങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇതേ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഇനി രോഹിണി നക്ഷത്ര ജാതകരുടെ ദോഷപരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ, സമ്പത്ത് വർദ്ധിക്കുന്നതിനൊക്കെ ചെയ്യേണ്ട കാര്യം: ദേവിക്ക് ചുറ്റുവിളക്ക് തെളിയിക്കൽ, ദേവി ഭാഗവത പാരായണം, ഹനുമാന് വെറ്റിലമാല ചാർത്തൽ, വടമാല സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിച്ചാൽ പുതിയ വ്യവസായങ്ങളിൽ നിന്നും ഇരട്ടി ധനനേട്ടം ഇവർക്ക് ലഭിച്ചു തുടങ്ങും. പല കാര്യങ്ങളിലും കൗശലവും ബുദ്ധികൂർമ്മതയും കൊണ്ട് വിജയത്തിളക്കം ഇവർക്ക് ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. സന്താനങ്ങൾ മുഖേന സാമ്പത്തിക നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. കുടുംബഭൂമി സംബന്ധമായ പ്രമാണങ്ങൾ കൈവശം വരും. വെല്ലുവിളിയാകുന്ന പ്രശ്നങ്ങൾ സമചിത്തതയോടെ നേരിടാൻ സാധിക്കും. എങ്കിലും അമിത ആത്മവിശ്വാസത്തിന് ഇരയാകാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹം ഉറപ്പിക്കാൻ നല്ല സമയമാണ്. ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർ ഹനുമാന് വെറ്റിലമാല ചാർത്തലും വടമാല സമർപ്പണവും പ്രത്യേകം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ നടന്നു കിട്ടും. ഇനി നമുക്ക് മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് നോക്കാം. സുബ്രഹ്മണ്യന് പാലഭിഷേകം ഈ ദിവസങ്ങളിൽ നടത്തി പ്രാർത്ഥിച്ചാൽ വ്യാപാര സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് ലഭിക്കും. ഒപ്പം ഭസ്മാഭിഷേകം കൂടി ചെയ്യുകയോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയോ ചെയ്താൽ സമ്പത്ത് ഇട്ടുമൂടാൻ തക്കവണ്ണം ഇവർക്ക് ലഭിക്കും. അതോടൊപ്പം ദേവിക്ക് ത്രിമധുരം നിവേദ്യം, ഭദ്രകാളിക്ക് കുരുമുളക്, മഞ്ഞൾ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വീടിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാനും
ഉദ്യോഗ കയറ്റത്തിനും ഉള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്താൽ സംരംഭങ്ങളിൽ വലിയ വിജയസാധ്യതയും കാണുന്നുണ്ട്. സന്താനങ്ങൾ മൂലം സന്തോഷിക്കാൻ അവസരങ്ങൾ ലഭിക്കും. അവരുടെ കൂട്ടുകെട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണം ഈ ദിവസങ്ങളിൽ അനിവാര്യമാണ്. പുതിയ കരാറുകൾ ഏറ്റെടുത്തു നടത്താൻ സാധിക്കും. ഗൃഹത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. ഓഹരി വിപണിയിൽ നിന്നും ചിട്ടിയിൽ നിന്നും ആദായം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇവർ അയ്യപ്പന് കർപ്പൂരം കത്തിക്കൽ, സുബ്രഹ്മണ്യന് പാനക നിവേദ്യം, രുദ്രാക്ഷധാരണം, വരുന്ന ഏകാദശിക്ക് വ്രതാനുഷ്ഠാനം എന്നിവ ചെയ്യണം. വ്രതാനുഷ്ഠാനം ആണ് പ്രധാനം. ഇതുമൂലം ഭവനം ഇല്ലാത്തവർക്ക് സ്വന്തം ഭവനം എന്ന ഒരു ആഗ്രഹം പൂവണിഞ്ഞു കിട്ടും. സ്വജനങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങൾക്കും സഹായ സഹകരണങ്ങളും ലഭിച്ചു തുടങ്ങും. ജോലിസ്ഥലത്ത് എതിരായി ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് ഇതൊക്കെ ഒഴിഞ്ഞു പോകും. മുടന്തി നീങ്ങിയ പല പദ്ധതികളും പൂർത്തിയാക്കുന്നതിന് സഹായവും സഹകരണവും ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. ചുമതലകൾ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല. ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. സർക്കാരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും എന്ന ആശങ്കയും ഒഴിവായി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശ്രീകൃഷ്ണന് താമരമാല, പാൽപായസം, ത്രിമധുരം, അവൽ, സർപ്പങ്ങൾക്ക് 100 പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന വീട്ടിലെ സങ്കീർണമായ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഇവർക്ക് തന്നെ തെളിഞ്ഞു കിട്ടും. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിജയിക്കും. സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുരോഗതി ശ്രീകൃഷ്ണന് താമരമാല സമർപ്പിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിലേക്ക് വരും. അമിത ആത്മവിശ്വാസം ഒഴിവാക്കി നിർത്തണം. ഇഴഞ്ഞു നീങ്ങിയ പദ്ധതികൾ ഒരു കരക്കെടുക്കും. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹം ഒഴിവാക്കണം. ബന്ധുമിത്രാദികളുടെ മാനസികമായ പിന്തുണ ആത്മധൈര്യം വർദ്ധിപ്പിക്കും. ആരോഗ്യസംബന്ധമായ കാര്യങ്ങളിൽ ഭീതിയും ഉത്കണ്ഠയും പാടില്ല. പുതിയ വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരം ഉണ്ട്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പണവും പ്രശസ്തിയും ഉണ്ടാകും. ഇനി നോക്കാം തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണ, ദേവിക്ക് കുങ്കുമാർച്ചന, കതിന വെടിവഴിപാട്, ശിവന് കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന സാമ്പത്തിക ചിലവുകൾ ഇതൊന്ന് കുറഞ്ഞു തുടങ്ങും. പുതിയ സംരംഭം ആരംഭിക്കുകയോ നിലവിലുള്ളത് പുഷ്ടിപ്പെടുകയോ ചെയ്യും. സന്താനങ്ങൾ പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും ശോഭിക്കും. വ്യാപാരത്തിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിജയിക്കും. ഇഴഞ്ഞു നീങ്ങിയ പദ്ധതികൾ പുരോഗമിക്കും. സേനാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട്. ജോലിയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. കഴിവതും യാത്രകൾ ഒഴിവാക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നോക്കാം മൂലം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ ശാസ്താവിന് നീരാജനം, നെയ്ത്തേങ്ങ സമർപ്പണം. അത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രശസ്തമായ 2 കാര്യങ്ങളാണ്. കഴിവതും ഇത് മാത്രം ചെയ്താൽ തന്നെ ഇവരുടെ ജീവിതത്തിലൊരു പുരോഗതി കണ്ടു തുടങ്ങും. അതോടൊപ്പം ലളിത സഹസ്രനാമ പാരായണം ചെയ്യൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പണം നടത്തിയാൽ പൊതുജനങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമാകുകയും ബാങ്കിലോ ഗവൺമെൻറ് ജോലി ലഭിക്കാനോ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. തൊഴിൽപരമായിട്ടും മറ്റും നല്ല സമയം തന്നെ. സഹപ്രവർത്തകരുമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയാൻ അവസരങ്ങൾ ലഭിക്കും. പൊതുരംഗത്ത് ആദരവ് നേടും. പിന്നിൽ നിന്ന് കുത്തുന്നവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കും. കരാർ ഇടപാടുകളിലും വ്യാപാരങ്ങളിലും വലിയ രീതിയിൽ ഉള്ള ലാഭം വർദ്ധിക്കുന്നതിൻ്റെ എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദോഷപരിഹാരങ്ങളൊന്ന് ചെയ്താൽ വിജയസാധ്യതകൾ കൂടുതലാണ്.
ഈ ദിവസങ്ങളിൽ ഗൃഹം നവീകരിക്കാനും ഇവർക്ക് സാധിക്കും. വ്യവഹാരത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കാനും സാധിക്കുന്നതായിരിക്കും.